എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നാലാമത്തെ കാര്യമെന്തെന്നറിയുമോ? ഇനിയുള്ള ജീവിതമെങ്കിലും നേരെയാക്ക്. കഴിഞ്ഞുപോയത് മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങ്. ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തത് മുഴുവനും അള്ളാഹുടെ മുന്നിൽ ഏറ്റുപറഞ്ഞ് നന്നാക്. റബ്ബിനോട് തൗബ ചെയ്യ്. പടച്ചവനെ ഒരു ഉറച്ച തീരുമാനമെടുക്ക്. ഉസ്താദേ, മുഹറം വരികയാണ്, ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നന്നാകും ഉസ്താദേ. ഒരു വഖത്ത് പോലും ഇൻഷാ അല്ലാഹ് ഞാൻ മുടക്കൂല. എനിക്ക് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാനൊരു വഖത്ത് പോലും ഇനി കളയാക്കില്ല ഉസ്താദേ. എന്നെ കൊണ്ട് ഞാൻ കഴിവിന്റെ പരമാവധി അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും ഓതാതെ ഒരു ദിവസം പോലും ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഞാൻ അല്ലാഹുവേ സ്വലാത്ത് പറയുമല്ലോ, ദിക്റുകൾ പറയുമല്ലോ. അല്ലാഹുവേ, എന്നെ കൊണ്ട് കഴിയുന്ന സദഖകൾ എല്ലാ ദിവസം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അൽഹംദുലില്ലാഹ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സദഖകൾ ഒരു ചെറുതെങ്കിലും ഞാൻ കൊടുക്കും ഉസ്താദ്. അങ്ങനെ തീരുമാനിക്കാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ അവസാനം നന്നാക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ അവസാനം നന്നാക്കണേ തമ്പുരാന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പുതുവർഷം തുടങ്ങുകയാണല്ലോ, മുഹറം മാസത്തിലേക്ക് കാലെടുത്തു വെക്കാൻ കാത്തിരിക്കുന്ന മനുഷ്യ, ഒരു നന്മ പഠിപ്പിച്ചു തരട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാ. ഒരു പുതുവർഷത്തിൽ ഒരു സമ്മാനമായി ഒരു നന്മ ചെയ്തുകൊണ്ട് തുടങ്ങാ. പടച്ചവനെ, ഇനിയുള്ള ഒരു വർഷക്കാലം ഞാൻ മരിച്ചുപോയാ എന്റെ ആഖിറം രക്ഷപ്പെടണമല്ലോ, എന്റെ പരലോകം രക്ഷപ്പെടണമല്ലോ. അല്ലാഹുവിന്റെ മുന്നിൽ പോകുമ്പോ സിറാജേ, നിനക്ക് സ്വർഗം വേണമെന്ന് നീ കരുതുന്നുണ്ടല്ലോ. അല്ലാഹു സ്വർഗം തരാൻ ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരായത്ത് ഓതാൻ പറ്റുമോ? ഒരേ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാ. പറയാൻ കഴിയുമോ? അല്ലാഹ്, ഈ ആയത്ത് ഓതാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഒരു പുതുവർഷം തുടങ്ങുകയല്ലേ, അതുകൊണ്ടൊരു സമ്മാനമായിട്ട് ഖുർആനിലെ ഒരായത്ത് പറഞ്ഞു തരാം. ഓത്, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ് വെറുതെ പറ്റൂല, എല്ലാ ദിവസവും ഈ ആയത്ത് ഓതണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഓതുവോ? ഒന്ന് കൈവക്കിക്കോ. ഓതാന്ന് നീയത്തിന്നവർ കൈവക്കിക്കോ. പ്രതിഫലം കേട്ട് കഴിയുമ്പോൾ കൈവക്കാത്തത് കാരണം പ്രയാസപ്പെടും. അല്ലാഹു കാക്കുമാറാകട്ടെ. 3 സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു ഒരു 10 മിനിറ്റ് ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ് ഇത് കേട്ടിട്ട് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറയുന്ന ഈ ഒരു ആയത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം. എൻ്റെ വയത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ ആയത്ത് കേട്ടിട്ട് ഓടിയാൽ മതി. പിരിവ് തുടങ്ങുമ്പോൾ ഓടും. പിരിവ് തുടങ്ങുമ്പോഴത്തേക്ക് ഇപ്പം ഏകദേശം 10,000 പേര് പുറത്തുണ്ട്. അപ്പോൾ എത്രയുണ്ട്? 3700 പേരോട് ലൈവായിട്ട് വയത് കേട്ടുകൊണ്ടിരിക്കുക. പിരിവങ്ങട്ട് തുടങ്ങുമ്പോൾ പകുതി പേരും, ഞാൻ കുറ്റം പറയണില്ല, കാരണം അവർക്ക് പല കാര്യങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്, വയത് സദസ്സിലിരുന്ന് കേൾക്കണ പോലല്ല ഈ സാധനം വെച്ചുകൊണ്ട് കേൾക്കുക. ഈ മൊബൈൽ എടുത്തു വെച്ചുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ അല്ലാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്ര നമുക്കുണ്ടോ ക്ഷമ? നമുക്ക് ക്ഷമയുണ്ടോ? മൊബൈൽ എടുത്തു വെച്ചുകൊണ്ട് എത്രയോ സഹോദരങ്ങൾ സഹോദരിമാർ, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, ഈ പാപപ്പെട്ടവന്റെ പ്രഭാഷണം മൊബൈലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര്, അല്ലാഹുവേ, പടച്ചവനെ, മണിക്കൂറുകൾ അവര് കാത്തിരിക്കുകയാണ്. അല്ലാഹ്, അവരുടെ മരണം നീ എളുപ്പമാക്കണേ അല്ലാഹ്. അവരുടെ മരണവേദന കുറച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ മരണവേദന കുറച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ,
പടച്ചവനെ ഇൽമിനോടുള്ള മഹബത്ത് കൊണ്ടാണ്, നന്മ കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് പടച്ചവനെ ടിവിയൊക്കെ മാറ്റി വെച്ചിട്ട് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് ഈ പാപങ്ങൾ കാത്തിരിക്കുന്നത്. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു സമ്മാനം പറഞ്ഞു തരാ, ഒരു നന്മ പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്തു മറന്നാലും ഈ ആയത്ത് മറക്കരുത്, എന്തു മറന്നാലും ഈ ആയത്ത് മറക്കരുത്. ഒരു 5 മിനിറ്റ് നിനക്കൊന്ന് മാറ്റിവെക്കാൻ കഴിയുമോ ഈ പറയുന്ന ഒരേ ഒരായത്തോതാര്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ ആയത്ത് ഞാൻ പറഞ്ഞു തരാ. ഇതെല്ലാ ദിവസവും നിങ്ങൾക്കൊന്ന് ഓതാൻ പറ്റുമോ? ആ 1 മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടമല്ല. 5 മിനിറ്റ് വേണ്ട, ഒരേ 1 മിനിറ്റ് മതി പെങ്ങള്. 1 മിനിറ്റിൽ ഓതി തീർക്കാൻ കഴിയുന്ന ഒരു ആയത്താ. ഈ ആയത്ത് നിങ്ങൾ ഓതാൻ സമയം കണ്ടെത്തിയാ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല. ഓതാമെന്ന് തീരുമാനിക്ക്. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമെന്താ? മരിക്കുന്ന സമയത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന സമയമുണ്ടല്ലോ. അതാ കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാനം ഈ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കൊണ്ടുവച്ചിട്ട് എല്ലാ മലക്കുകളും കയ്യും കാലും പിടിച്ചു വെച്ചു കൊടുക്കുമല്ലോ. ആ സമയത്ത് തൊണ്ടക്കുടിയിൽ നിന്ന് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് എന്റെയും നിങ്ങളുടെയും ആത്മാവ് ആ റൂഹിങ്ങനെ വലിച്ചു പറിക്കുന്ന സമയമുണ്ടല്ലോ. അവസാന സമയത്ത് പറയണ്ടേ, അല്ലാഹു തന്ന നാവ് കൊണ്ട്, അല്ലാഹു തന്ന നാവ് കൊണ്ട് ഒരു പ്രാവശ്യം പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ? ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ? അത് നിസ്സാര കാര്യമല്ല. മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് പോയി നിന്നിട്ട് നിങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കടേ. കാരണം എന്തെന്നറിയുമോ? ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, നമ്മുടെ ഈമാൻ തട്ടിപ്പറിക്കാൻ, നമ്മുടെ ഈമാൻ തട്ടിപ്പറിക്കാൻ, നമ്മളെ നരകത്തിന്റെ അവകാശികളാക്കാൻ ശൈത്താൻ വിളിച്ചു പറയുന്നു, മക്കളെ പോകണോ, സിറാജിന്റെ അവസാന സമയമാണ്, സിറാജിന്റെ അവസാന സമയമാണ്. പടച്ചവനെ അല്ലാഹുവേ, ശൈത്താൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, അവന്റെ അവസാന സമയമാണ്. ഇനി അവനെ ഒരിക്കലും പിഴപ്പിക്കാൻ കഴിയില്ല. ഇനി അവന്റെ അവസാനത്തെ ചാൻസ് ആണ്. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കുമോ? ഇബ്ലീസ് കടന്നു വരികയാണ്. എങ്ങനെയെങ്കിലും പിഴപ്പിക്കാൻ മരിച്ചുപോയ വാപ്പാടെ രൂപത്തില്, മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തില്, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില് കയ്യില് വെള്ളവും പിടിച്ചുകൊണ്ട് തലയുടെ ഇടതുഭാഗത്ത് വന്നിരുന്ന് സ്നേഹത്തോടെ പറയുന്നു, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, പറഞ്ഞാ നരകത്തിലാ, പറഞ്ഞാ നരകത്തിലാ. അതുകൊണ്ടാണ് പടച്ചവര് അതാ ബദരീങ്ങളുടെ ബൈത്ത് പാടുന്നവരുണ്ടല്ലോ, മജ്ലിസിനോട് പാരായണം ചെയ്യുമല്ലോ. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരല്ലീനവനാട്ടുവാർ ബദരീങ്ങളാൽ തുണ റബ്ബനാ. പടച്ചവനെ, ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹുവേ, അവസാനം മരിക്കുന്ന സമയത്ത് അവന്റെ ചതിയില്ലെന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്ന് ദുആ
ചെയ്യുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു നിനക്ക് തന്ന ജീവിതത്തിലെ ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ 1 മിനിറ്റ് നിനക്ക് മാറ്റിവെച്ച ഖുർആനിലെ ഈ ആയത്തും നോദാ, ഈ ഒരൊറ്റ ആയത്ത് പാരായണം ചെയ്യാൻ 1 നിമിഷം നിനക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞ നിന്റെ അവസാനം അല്ലാഹു നന്നാക്കുമുപ്പാ. ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ. ഇത് നിസാരമായി കാണല്ലേ. ഈ ഒരൊറ്റ ആയത്ത് പാരായണം ചെയ്യുന്നതിലൂടെ നിന്റെ മരണസമയത്ത് നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ, കുഫറിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ശപിക്കപ്പെട്ടവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഒന്നാമത്തെ പ്രതിഫലം കേട്ടോ. ഓതും ഉസ്താദ്, മരിക്കുന്ന കാലം വരെ, ഓർമ്മയുള്ള കാലം വരെ മുടങ്ങാതെ ഓതുമെന്ന് തീരുമാനിക്കുന്നവര് ഈ ആയത്ത് പാരായണം ചെയ്താ ഒന്നാമത് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലം ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ, അവര് കടന്നു വരികയാ, അവര് സമാധാനിപ്പിക്കുകയാ, അവര് സമാധാനിപ്പിക്കുകയാ. റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരുന്നു. വേദന സഹിക്കുന്നില്ല, നീ കിടന്ന് പിടയുകയാണ്, നീ കിടന്ന് നിലവിളിക്കുകയാണ്. ആ മലക്കുകൾ ചോദിക്കുകയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. അല്ലാഹുവിന്റെ മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് കടന്നു വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിനോടുള്ള മഹബ്ബത്ത് കാരണം പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പാരായണം ചെയ്യുന്നവര് റബ്ബ് തരുന്ന പ്രതിഫലം കേൾക്കണോ? മലക്ക് പറയുകയാ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാടാ സിറാജ് സ്റ്റേജിലെ കയറ്റിയിരുത്തിയിട്ട് വലിയവനാണെന്ന് പറയാൻ എല്ലാവർക്കും കഴിയുമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ സ്വാഗതം പറയുകയാ. എപ്പോഴെന്നറിയോ? എപ്പോഴെന്നറിയോ? അല്ലാഹുവേ, മരണത്തിന്റെ വേളയിൽ മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ, മലക്കുകൾ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, മലക്കുകൾ പറയുകയാ, പേടിക്കല്ലേടാ പൊന്നുമോനെ. അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്ത് പാരായണം ചെയ്യുന്ന വാപ്പാ, നിന്നോട് മലക്കുകൾ പറയുകയാ, പേടിക്കല്ലേ, വിഷമിക്കല്ലേ. എന്തിനാ കരയുന്നത്? എന്തിനാ ദുഃഖിക്കുന്നത്? ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ? സ്വർഗത്തിലെ പട്ട് കണ്ടോ? സ്വർഗത്തിലെ പട്ട് കണ്ടോ? ഇത് നിന്റെ റൂഹ് സ്വീകരിക്കാനാ. അതുകൊണ്ട് കരയല്ലേ, പേടിക്കല്ലേ, ദുഃഖിക്കല്ലേ.
കിടക്കല്ലേ. അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് കാണണോ? റബ്ബിന്റെ സ്വർഗം കാണണോ? ലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് കാണണോ? കോടാരി കോടി രൂപ കൊടുത്താൽ നിനക്ക് വാങ്ങാൻ കഴിയാത്ത റബ്ബേ എന്റെ സമ്പാദ്യം മുഴുവനും നിനക്ക് തരാമല്ലാ. എനിക്ക് സ്വർഗം തരണമെന്ന് ചോദിച്ചാൽ കിട്ടാത്ത സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ആ സ്വർഗം ഞാനും നിങ്ങളും ചോദിക്കുന്ന സ്വർഗം മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്. കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കും നീ ഒരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. ആ സ്വർഗം കാണണോ വാപ്പാ? എന്റെ ചെറുപ്പക്കാരാ, എടാ മരിക്കുമ്പോ സ്വർഗം കാണണോടാ മോനെ. അല്ലാഹുവിന്റെ സ്വർഗം ആ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരികയാ. വഅബ്ശിറൂ ഫിൽ ജന്നാ. ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം, ഇതാണടാ അല്ലാഹുവിന്റെ സ്വർഗം, ഇതാണടാ നീ കടന്നു പോകേണ്ട സ്വർഗം. ഇതല്ലേ നീ ചോദിച്ചത്, ഇതല്ലേ നീ ചോദിച്ചത്. ഇതാണ് മുത്തുനബി തുറക്കുന്ന സ്വർഗം. കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ സ്വർഗം കാണിക്കുകയാ. അല്ലാഹുവേ, അങ്ങനെ ഒരു മരണം തരണേ അല്ലോ, അങ്ങനെ ഒരു മരണം തരണേ അല്ലോ. പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, റസൂലുള്ള പറയുകയാ, ഖുർആനിലെ ഒരായത്ത് പാരായണം ചെയ്ത അവർക്ക് ദുനിയാവിൽ വെച്ച് കിട്ടുന്ന 3 പ്രതിഫലം. ഈ ദുനിയാവിൽ വെച്ച് കിട്ടുന്ന പ്രതിഫലം, ഒന്ന്, അവൻ മരിക്കുന്ന സമയം ഈമാനോടുകൂടി മരിക്കും. ശൈത്താന് തട്ടിപ്പറിക്കാൻ പറ്റൂല, അവന്റെ ഈമാൻ നഷ്ടപ്പെടൂല, അവൻ കുഫറിൽ പെട്ടുപോകൂല, ഈമാനുള്ള മരണം കിട്ടും. 2, മലക്കുകൾ സ്വാഗതം അരുളുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ 11 ആയതുകൊണ്ടാണ് ഒരു കണക്കം. എന്തായാലും നാളെ ലോക്ക്ഡൗൺ അല്ലേ, ഇൻഷാ അല്ലാഹ് 11:30 വരെ ഇരിക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇരുന്നൂടെ ഇൻഷാ അല്ലാഹ്. ഒരു 3 സ്വലാത്ത് പറ. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم. ഈ ആയത്ത് പാരായണം ചെയ്താൽ ദുനിയാവിൽ കിട്ടുന്ന 3 പ്രതിഫലം. 1, ഈമാനുള്ള മരണം കിട്ടും. അല്ലാഹു നൽകുമാറാകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ. 2, നീ മരിക്കുന്ന സമയം മലക്കുകൾ നിന്നെ സമാധാനിപ്പിക്കും. അതാണ് അൽഹംദുലില്ലാ. മലക്കുകൾ, ഖുർആൻ പറയുന്നുണ്ട്, മലക്കുകൾ സമാധാനിപ്പിക്കുന്ന സമയത്ത് ചോദിക്കും, നീ ആരാ? ഞാൻ നിന്റെ കൂട്ടുകാരൻ. അല്ല പറഞ്ഞതാ, സിറാജ് പറഞ്ഞതല്ല. അല്ല പറയാ, മലക്കുകൾ പറയും, നിന്റെ കൂട്ടുകാരനാ, ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരൻ ഇല്ലേ? ആ മലക്ക് പറയും, നീ എന്തിനാ പേടിക്കണേ, എന്തിനാ വിഷമിക്കണം, ഇങ്ങോട്ട് നോക്കണ്ട. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്നു നിൽക്കുന്നു. ഇത് കണ്ട പട്ടുവസ്ത്രം, നിന്റെ റൂഹ് പൊതിയാൻ, നിന്റെ ആത്മാവ് പൊതിയാനായി പട്ടുവസ്ത്രം. എന്തിനാ പേടിക്കണേ? സ്വർഗം കാണണോ? സ്വർഗം നിനക്ക് വേണോ? അതിനു വേണ്ടിയല്ലേ നീ ജീവിക്കുന്നത്? ഇന്നാ കണ്ടോ എന്ന് സ്വർഗം കാണിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമല്ല. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുന്നു. പക്ഷേ ഈ ആയത്ത് എല്ലാ ദിവസവും ഓതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.